ഇന്ന് കൂടുതൽ വർത്താനൊന്നുമില്ല, നേരെ ചോദ്യത്തിലേക്ക് പോവാണ്. ഇത് നമ്മുടെ 2, 4, 6, 7 ചോദ്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട്. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. നമ്മൾ നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദേ മക്കളെ, ഒരു ചതുരത്തിന്റെ നീളവും വീതിയും, സോ ലെങ്തും ബ്രെഡ്ത്തും, നീളവും വീതിയും 7:4 എന്ന അംശബന്ധത്തിലാണ്. അപ്പൊ ഞാൻ നീളം 7x എന്നും വീതി 4x എന്നും എടുക്കാം. നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണെങ്കിൽ നീളം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, നീളവും വീതിയും 7:4 എന്ന റേഷ്യോയിലാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ നീളം 7x എന്ന് എടുത്തു, വീതി 4x എന്ന് എടുത്തു. മക്കളെ, ഇതിന്റെ വ്യത്യാസം എത്രയാ? ഇതിന്റെ വ്യത്യാസം 3x ആണ്. ആണോ? ഇവ തമ്മിൽ 15 മീറ്ററിന്റെ വ്യത്യാസം ഉണ്ടെന്നല്ലേ അവര് പറഞ്ഞേക്കുന്നേ? അപ്പൊ 3x എന്ന് പറയുന്നതാണ് 15 മീറ്റർ. അതിന് x കണ്ടുപിടിക്കാം. 15/3 എത്ര കിട്ടും? 5 എന്ന് കിട്ടും. x 5 ആണെങ്കിൽ നീളം 7 × 5 35 എന്നും വീതി 4 × 5 20 എന്നും കിട്ടും. ചോദ്യം നീളം കാണാനാണ്. നീളം നമുക്ക് ഓപ്ഷൻ എ 35 എന്നാണ് കിട്ടുന്നത്. ഒരു സിമ്പിൾ ഡയറക്റ്റ് ചോദ്യമാണ്. അപ്പോൾ ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 7:4 എന്ന അംശബന്ധത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണെന്നും പറഞ്ഞിട്ടുണ്ട്. നീളം കാണാനാണ്. അപ്പൊ നീളവും വീതിയും 7x എന്നും 4x എന്നും എടുത്തു. 7x ഉം 4x ഉം തമ്മിൽ 3xന്റെ വ്യത്യാസമുണ്ട്. ഈ 3xന്റെ വ്യത്യാസമാണ് എത്ര? 15 മീറ്റർ അല്ലേ? കാരണം ഒന്ന് മറ്റേതിനേക്കാൾ 15 കൂടുതലാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ 3x ആണ് 15. അതിന് x കണ്ടുപിടിക്കാം. 15/3 5 എന്ന് കിട്ടും. x 5 ആണെങ്കിൽ നീളം 7 × 5 35, വീതി 4 × 5 20 എന്ന് കിട്ടും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഏത് സമചതുരത്തിലും വശത്തിന്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അനുപാതം, അതായത് ഒരു സമചതുരത്തിൽ അല്ലെങ്കിൽ സമചതുരത്തിന്റെ കാര്യമാണ്, ഒരു സമചതുരത്തിന്റെ വശവും അതിന്റെ ചുറ്റളവും തമ്മിലുള്ള അനുപാതം എത്രയാണെന്ന് നമുക്കറിയാം. ഒരു സമചതുരത്തിന്റെ വശവും അല്ലെ അതിന്റെ ചുറ്റളവും, വശവും ചുറ്റളവും തമ്മിലുള്ള റേഷ്യോ. വശം എന്ന് പറഞ്ഞാൽ a അല്ലേ മക്കളെ? ഒരു സമചതുരത്തിന്റെ വശം എന്ന് പറഞ്ഞാൽ a ആണ്. അതിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4a ആണ്. ആണോ? ഒരു സമചതുരത്തിന്റെ വശം a ആണ്, ചുറ്റളവ് 4a ആണ് അല്ലെ? ഇത് തമ്മിലുള്ള റേഷ്യോ ചോദിച്ചാൽ 1:4 അല്ലേ? a/4, a എന്ന് പറഞ്ഞാൽ 1:4. സോ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1:4. വശമേ, ചുറ്റളവ് 4a. അപ്പം വശവും ചുറ്റളവും തമ്മിലുള്ള റേഷ്യോ 1:4. ഓക്കെ, നെക്സ്റ്റ്. ചുവടെ തന്നിരിക്കുന്ന വശങ്ങളുടെ അളവുകളിൽ ത്രികോണം നിർമ്മിക്കാൻ സാധ്യമല്ലാത്ത അളവ്. അപ്പൊ ത്രികോണം നിർമ്മിക്കാൻ സാധ്യമല്ലാത്ത അളവ് കണ്ടുപിടിക്കണം. ആണോ? അതായത് ഈ ത്രികോണം നിർമ്മിക്കാൻ സാധ്യമല്ലാത്ത അളവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം? എന്താണ് ത്രികോണത്തിന്റെ നിയമം? ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളിൽ ചെറിയ 2 വശങ്ങളുടെ തുക എപ്പോഴും വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. അല്ലെ? ഒരു ത്രികോണത്തിന്റെ ചെറിയ 2 വശങ്ങളുടെ തുക എപ്പോഴും വലിയ വശത്തേക്കാൾ കൂടുതലായാൽ മാത്രമേ ആ വശങ്ങൾ ഉപയോഗിച്ച് ത്രികോണം നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ? അപ്പൊ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളാകണമെങ്കിൽ എന്താണ് നിയമം? ചെറിയ 2 വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. ഇവിടെ മക്കളെ ഓപ്ഷൻ എ തന്നെ നിങ്ങൾ എടുത്തേ. ചെറിയ 2 വശങ്ങളുടെ തുക 4 അല്ലേ മക്കളെ? ചെറിയ 2 വശങ്ങളുടെ തുക 4. ഇത് വലിയ വശമായ 7നേക്കാൾ കൂടുതൽ അല്ല. കൂടുതലാണെങ്കിൽ മാത്രമേ ത്രികോണം നിർമ്മിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് ത്രികോണം നിർമ്മിക്കാൻ പറ്റില്ല. ഇനി അടുത്തത്, ഇവിടെ ചെറിയ 2 വശങ്ങളുടെ തുക 5 അല്ലേ? വലിയ വശമായ 4നേക്കാൾ കൂടുതലല്ലേ? അപ്പൊ ത്രികോണം നിർമ്മിക്കാൻ പറ്റും. ഇവിടെ ചെറിയ 2 വശങ്ങളുടെ തുക 4, 6, 10 അല്ലേ? വലിയ വശമായ 8നേക്കാൾ കൂടുതലല്ലേ? ത്രികോണം നിർമ്മിക്കാൻ പറ്റും. ഇവിടെ ചെറിയ 2 വശങ്ങളുടെ തുക 8 അല്ലേ? വലിയ വശമായ 6നേക്കാൾ കൂടുതലല്ലേ? അപ്പൊ ത്രികോണം നിർമ്മിക്കാൻ പറ്റും. അപ്പൊ നോട്ട് എഴുതി വെച്ചേ. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ ആവണമെങ്കിൽ ചെറിയ 2 വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. ഓക്കെ, ശരി. ഒരു ചതുരത്തിലുള്ള കളിസ്ഥലത്തിന്റെ കോണോട് കോൺ നീളം 15 മീറ്ററും കളിസ്ഥലത്തിന്റെ വിസ്തീർണം 108 ചതുരശ്ര മീറ്ററുമാണ് എങ്കിൽ ആ കളിസ്ഥലത്തിന് ചുറ്റും വേലി കെട്ടാൻ 1 മീറ്ററിന് 50 രൂപ നിരക്കിൽ എത്രയാകും? അപ്പൊ നമുക്കൊരു കളിസ്ഥലം വരയ്ക്കാം. ഇതാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ കളിസ്ഥലം. ശരി,
കളിസ്ഥലം വരച്ചു. കോണോട് കോൺ നീളം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന ഡയഗണലിന്റെ നീളമാണ്. അത് തന്നിട്ടുണ്ട് 15 മീറ്റർ. അത് 15 മീറ്ററും തന്നിട്ടുണ്ട്. മക്കളെ ഇതിനൊരു പേര് കൊടുത്താൽ ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഇങ്ങനെ ചോദ്യം തന്നിട്ടില്ല, നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് ഒരു പേര് കൊടുത്തു. അപ്പൊ ഇതൊരു ചതുരമാണ്, ചതുരാകൃതിയിലുള്ള കളിസ്ഥലമാണ്. അതിന്റെ വികരണത്തിന്റെ നീളമാണ് 15 മീറ്റർ. ഓക്കെ മക്കളെ, എനിക്കൊരു കാര്യം ഇത് കാണുമ്പോൾ മനസ്സിലാകും. ഈ വികരണത്തിന്റെ നീളം 15 ആണെങ്കിൽ ഇത് ഒരു മട്ടത്രികോണമല്ലേ? ആണോ? മട്ടത്രികോണം. കാരണം ഈ കോൺ 90 ഡിഗ്രി ആണ്, ഇത് 15 ആണ്. അപ്പൊ വികരണം 15 ആണെങ്കിൽ പാദവും ലംബവും ഉറപ്പായിട്ട് 9ഉം 12ഉം ആയിരിക്കും. എങ്കിൽ മാത്രമേ കർണം 15 വരത്തുള്ളൂ. പാദവും ലംബവും 3ഉം 4ഉം വന്നാൽ കർണം 5 വരും. പാദവും ലംബവും 6ഉം 8ഉം വന്നാൽ കർണം 10 വരും. പാദവും ലംബവും 9ഉം 12ഉം വന്നാൽ കർണം 15 വരും. പാദവും ലംബവും 12ഉം 16ഉം വന്നാൽ കർണം 20 വരും. പാദവും ലംബവും 15ഉം 20ഉം വന്നാൽ കർണം 25 വരും. അപ്പൊ ഇവിടെ നമുക്കറിയാം കർണം വന്നേക്കുന്നത് 15. അപ്പൊ പാദവും ലംബവും 9ഉം 12ഉം ആയിരിക്കും. ശരിയല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത്രയുള്ള പരിപാടി. ഇത് 12ഉം ഇത് 9ഉം. ഓക്കെ, അപ്പൊ ഇത് 12 ആണെങ്കിൽ ഇതും 12 അല്ലേ മക്കളെ? ആണോ? ആണ് അല്ലേ? ആണ്. ഇത് 9ഉം ആണ്. അപ്പൊ ഇതിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? ചുറ്റളവിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ചുറ്റളവിന്റെ ഇക്വേഷൻ 2 × L+B എന്നുള്ളതല്ലേ ചതുരത്തിന്റെ ചുറ്റളവ്. അപ്പൊ 2 × L+B എന്ന് പറഞ്ഞാൽ 12 + 9 അല്ലേ കുഞ്ഞുങ്ങളെ? സോ നമുക്ക് എത്ര കിട്ടും? 2 × 21 എന്ന് കിട്ടും അല്ലേ? ഈക്വൽ ടു 42 എന്ന് വന്നു. 42. അപ്പൊ 42 മീറ്റർ ആണ്. 42 മീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവ് എന്ന് കിട്ടും. 42 മീറ്റർ. ഇനി 1 മീറ്ററിന് 50 രൂപ നിരക്കിൽ എത്ര രൂപ ചെലവാകും എന്നല്ലേ മക്കളെ? 42 മീറ്റർ ഉണ്ട്. 1 മീറ്ററിന് 50 രൂപ നിരക്കിൽ എത്ര ചെലവാകും എന്നറിയാം. 42 × 50 അല്ലേ ചെയ്യണ്ടേ? നമ്മുടെ ഉത്തരം 2100 എന്ന് കിട്ടും. 2100. 1 മീറ്ററിന് 50 രൂപയാവും. 42 മീറ്റർ ഉണ്ട്. 42 × 50 2100 രൂപ എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ഇനി ഇത് ശരിയാണെന്ന് ഉറപ്പാക്കാനേ ഈ മുഴുവൻ എണ്ണത്തിന്റെ വിസ്തീർണം എത്രയാണ്? 108 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ പകുതിയുടെ വിസ്തീർണം 54 അല്ലേ മക്കളെ? 54 ആണ്. കണ്ടോ? സോ ഹാഫ് BH ചെയ്യുമ്പോൾ അത് കിട്ടണ്ടേ? ഹാഫ് BH ചെയ്യുമ്പോൾ 6 × 9 54 വരുന്നുണ്ട്. അപ്പൊ സംഭവം ശരിയാണ്. ഇനി അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ ഒന്നുമില്ല. ഇത് കോണോട് കോണുള്ള നീളം എന്ന് പറഞ്ഞാൽ ഇതാ, അത് 15. അപ്പൊ ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിന്റെ കർണം 15 ആണെങ്കിൽ പാദവും ലംബവും 9ഉം 12ഉം ആയിരിക്കും. അപ്പൊ ഇത് 9ഉം ഇത് 9ഉം ഇത് 12ഉം. ശരിയല്ലേ? നീളവും വീതിയും കിട്ടിയാൽ ചുറ്റളവ് കാണാൻ 2 × L+B. ചുറ്റളവ് 42 മീറ്ററാ. 1 മീറ്ററിന് 50 രൂപ. 42 മീറ്ററിന് 42 × 50. ഓക്കെ, ശരി. നെക്സ്റ്റ്, ഒരു നിരന്ന സ്ഥലത്തെ പിയിൽ നിന്ന് ഒരു ടവറിന്റെ ഉയരം കൂടിയ ഭാഗം 30 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഓക്കെ, അപ്പൊ സംഭവം ഇതൊക്കെ കാണുമ്പോൾ എന്തോ വലിയ സംഭവം വിചാരിക്കും. ഒന്നുമില്ല മക്കളെ. ഇത് നിലമാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ടവർ ഉണ്ട്. ടവർ ഞാൻ അങ്ങ് വരച്ചേക്കാം. ഇതാണ് നമ്മുടെ ടവർ. ഓക്കെ, ഈ ടവറിന്റെ ഹൈറ്റ് 100 മീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് ഒരു പേര് കൊടുക്കാം. പി എന്ന പോയിന്റ് ആണ്. ഈ പോയിന്റിൽ നിന്ന് ടവറിന്റെ മുകൾ ഭാഗം, ടവറിന്റെ മുകൾ ഭാഗം 30 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു എന്നാണ്. അപ്പൊ ഈ കോൺ 30 ഡിഗ്രി ആണെന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ടവറിന്റെ ഉയരം 100 മീറ്റർ ആണെങ്കിൽ പിയിൽ നിന്ന് ടവറിന്റെ ചുവട് വരെയുള്ള ദൂരം എത്ര? അപ്പൊ നമുക്ക് ഓരോ പേര് കൊടുക്കാം. ഇത് പി, ഇത് ക്യൂ, ഇത് ആർ. ഇങ്ങനെ പേരൊന്നുമില്ല, അങ്ങനെ പേര് കൊടുത്തേക്കാം. ഓക്കെ, ആകെ തന്നേക്കുന്ന ഒരു പേര് പി എന്നുള്ളത് മാത്രമാണ്. ശരി, ഇതാണ് ആ ചോദ്യത്തിന്റെ ഫിഗർ. ഒരു ടവർ ഉണ്ട്, അതിന് 100 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഓക്കെ, ഇനി പി എന്ന പോയിന്റിൽ നിന്ന് ടവറിന്റെ മുകളിലേക്കുള്ള മേൽക്കോൺ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അപ്പൊ ഈ കോൺ ആണ് 30 ഡിഗ്രി കേട്ടോ. ശരി, ഇനി കണ്ടുപിടിക്കേണ്ട സാധനം എന്താണെന്ന് ചോദിച്ചാൽ കണ്ടോ, ഈ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ദൂരം കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. ശരി, നമ്മുടെ SCERT ചോദ്യമാണ് മക്കളെ. ഒന്നുമില്ല ചെയ്യാൻ, വേറെ ഒന്നുമില്ല പരിപാടി.
ഇവിടെ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടും 90 ഡിഗ്രിയാണ്, കാരണം അതൊരു മട്ടത്രികോണമല്ലേ ഇവിടെ. അപ്പോൾ ഒരു കോൺ 30ഉം ഒരു കോൺ 90 ഡിഗ്രിയും ആണെങ്കിൽ ഈ കോൺ 60 ഡിഗ്രി ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഒരു കോൺ 30, ഒരു കോൺ 60, ഒരു കോൺ 90 ഡിഗ്രി. ക്ലിയർ ആണേ? യെസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ത്രികോണത്തിന്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വീതമാണെങ്കിൽ, ഒരു ത്രികോണത്തിന്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വീതമാണെങ്കിൽ മട്ടത്രികോണത്തിന്റെ കോണുകൾ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ 1:1√3:2 എന്ന റേഷ്യോയിൽ ആയിരിക്കും. നേരത്തെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഒരു മട്ടത്രികോണത്തിന്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വീതമാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ 1:1√3:2 എന്ന റേഷ്യോയിലായിരിക്കും. ഓക്കെ, ഇവിടെ 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശം നമുക്കറിയാം. 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 100 മീറ്ററാണ്. ആണോ? 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 1 എന്ന റേഷ്യോയിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ 1 എന്ന റേഷ്യോ 100 മീറ്റർ ആണെന്ന് അർത്ഥം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളമാണ്. 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 1√3 എന്ന റേഷ്യോയിലായിരിക്കും. 1√3 എന്ന് പറഞ്ഞാൽ 1 100 ആണെങ്കിൽ 1√3 എന്ന് പറഞ്ഞാൽ 100√3 എന്ന് കിട്ടും. ഇതാണ് 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം. സോ 100 ഇൻറ്റു √3യുടെ വില മക്കളെ ഓർത്ത് വെച്ചോണേ, 1.73 ആണ്. 1.73 ഇൻറ്റു 100 173 എന്ന് കിട്ടും കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി ആണ്. √3യുടെ വില നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം, നിങ്ങൾക്ക് ആവശ്യം വരും. 1.73 ആണ്. √2ന്റെ വില 1.414 ആണ്. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഓക്കെ ആണോ? സെറ്റാണോ എന്ന് പറഞ്ഞേ? ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇത് നല്ലൊരു ചോദ്യമാണ്. ചെയ്ത രീതി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു മട്ടത്രികോണത്തിന്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വീതമാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ 1:√3:2 എന്ന റേഷ്യോയിലായിരിക്കും. അപ്പം മക്കളെ 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 1 എന്ന റേഷ്യോയിലാണ്, 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 1√3 എന്ന റേഷ്യോയിലാണ്, 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 2 എന്ന റേഷ്യോയിലാണ്. ഈ 1 എന്ന റേഷ്യോയിലുള്ളതാണ് 100 മീറ്റർ. കണ്ടോ, 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന് നീളം അറിയാം 100. അപ്പൊ അത് 1 എന്ന റേഷ്യോയിലാണ്. അപ്പൊ 1 എന്ന റേഷ്യോ ആണ് 100 മീറ്റർ. ആണോ? അപ്പം 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 2 എന്ന റേഷ്യോയിലായിരിക്കും, അത് 200 മീറ്റർ ആയിരിക്കും അല്ലേ. ഇനി 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 1√3 എന്ന റേഷ്യോയിലായിരിക്കും. നമുക്കതാ വേണ്ടേ, 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശമാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പം 1√3 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 1 എന്ന റേഷ്യോ 100, 1√3 100√3. ഓക്കെ അല്ലേ? ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും നല്ലൊരു ചോദ്യമാണ്. ഒരു സാധാരണ ഷഡ്ഭുജം, ഹെക്സഗൺ ആണ് കേട്ടോ. ഷഡ്പദം, 6 വശങ്ങൾ, 6 കാലുള്ള ഷഡ്പദങ്ങളില്ലേ. ഓക്കെ, അപ്പൊ ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ 6 വശമുള്ള രൂപം. 6 സെന്റിമീറ്റർ ദൂരമുള്ള എന്നല്ല, ആരമുള്ള എന്നാണ്. ഓക്കെ, അപ്പം ഒരു സാധാരണ ഷഡ്ഭുജം 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. ഷഡ്ഭുജത്താൽ ചുറ്റപ്പെട്ട പ്രദേശം കണ്ടെത്തുക. ഷഡ്ഭുജത്താൽ ചുറ്റപ്പെട്ട പ്രദേശം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഷഡ്ഭുജത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നാണ് കേട്ടോ. ഷഡ്ഭുജത്താൽ ചുറ്റപ്പെട്ട പ്രദേശം ഷഡ്ഭുജത്തിന്റെ ഏരിയ കാണുക. ഇത് ട്രാൻസ്ലേഷന്റെ പ്രശ്നമാണ്. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ വരുമ്പോൾ ട്രാൻസ്ലേഷന്റെ പ്രശ്നമാണ്. അപ്പൊ ഞാൻ ആദ്യം ഒരു വൃത്തം വരയ്ക്കാം. ദേ മക്കളെ, ഇതാണ് നമ്മുടെ കഥാനായകൻ, വൃത്തം. ശരി, ഇനി നമുക്ക് ഇതിലൊരു ഷഡ്ഭുജം വരയ്ക്കാം. ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? 6 വശമുള്ള രൂപം. എല്ലാത്തിനും ഒരേ നീളമാണ്. വരച്ചു വരുമ്പോൾ അങ്ങനെ ആവണമെന്നൊന്നുമില്ല, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. യെസ്, ഞാനൊരു ഷഡ്ഭുജം വരച്ചു. ഇതാണ് നമ്മുടെ ഷഡ്ഭുജം. അയ്യോ ദാരിദ്ര്യമാണല്ലോ. സാരമില്ല, ഷഡ്ഭുജം വരച്ചു. എല്ലാ വശത്തിനും ഒരേ നീളമാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ സങ്കല്പിച്ചു. ഓക്കെ, ഇനി ഈ വൃത്തത്തിന്റെ ആരം തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ വൃത്തം സെന്റർ ഇതാണ്. ഇതല്ലേ വൃത്തത്തിന്റെ ആരം? 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ചോദ്യം, ഈ ഷഡ്ഭുജത്താൽ ചുറ്റപ്പെട്ട ഭാഗത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാ മക്കളെ, ഷഡ്ഭുജത്താൽ ചുറ്റപ്പെട്ട ഭാഗം. ഇത്രയും ഭാഗത്തെ ഏരിയ കാണുക, ഷഡ്ഭുജത്തിന്റെ ഏരിയ കാണുക. ഇതൊരു കാര്യം മനസ്സിലാകുന്നത് മക്കളെ, ഇതുണ്ടോ, നിങ്ങൾ ഇതങ്ങ് യോജിപ്പിച്ചാലേ ഇതുണ്ടോ, ഈ ആക്ച്വലി സമഷഡ്ഭുജം രൂപപ്പെടുന്ന എങ്ങനെയാണെന്നറിയാവോ? 6 സമഭുജ ത്രികോണങ്ങൾ ചേർത്ത് വെക്കുമ്പോഴാണ്. കണ്ടോ,
1 2 3 4 5 6 6 സമഭുജ ത്രികോണങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ രൂപപ്പെടുന്നതാണ് ഒരു സമഷഡ്ഭുജം. സമഷഡ്ഭുജം എന്ന് അവർ എടുത്തു പറഞ്ഞിട്ടില്ല. സാധാരണ ഷഡ്ഭുജം എന്ന് പറയുമ്പോൾ സമഷഡ്ഭുജമായിട്ട് എടുത്താലേ ഉത്തരം കിട്ടത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊരു സമഷഡ്ഭുജമാണെന്ന് അങ്ങ് അസ്യൂം ചെയ്യുക. ഇനി 6 സമഭുജ ത്രികോണങ്ങൾ ചേരുമ്പോഴാണ് ഒരു സമഷഡ്ഭുജം. കണ്ടോ, ഇതൊരു സമഭുജ ത്രികോണമല്ലേ? ഇങ്ങനത്തെ 6 സമഭുജ ത്രികോണങ്ങൾ ചേരുമ്പോഴാണ് ഒരു സമഷഡ്ഭുജം രൂപപ്പെടുന്നത്. ഇനി ഇതിന്റെ വശങ്ങൾക്കെല്ലാം 6 ആയിരിക്കും നീളം. ഇത് 6, ഇത് 6, ഇത് 6, ഇതെല്ലാം 6 ആയിരിക്കും. 6 സെന്റിമീറ്റർ ആയിരിക്കും നീളങ്ങൾ. കണ്ടോ? അപ്പം ഒരു ഷഡ്ഭുജത്തിന്റെ ഏരിയ എന്താ മക്കളെ? സോറി, ഷഡ്ഭുജം അല്ല, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഏരിയ എന്താ? ഒരു സമഭുജ ത്രികോണത്തിന്റെ കേസ് ഇവിടെ വശങ്ങളെല്ലാം 6 അല്ലേ? ഏരിയയുടെ ഇക്വേഷൻ പഠിച്ചു വെച്ചോണേ. സമഭുജ ത്രികോണത്തിന്റെ ഏരിയ √3a²/4 ആ. മറക്കരുത്. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഏരിയ, സെട്ടാ, മറക്കാതെ പഠിച്ചോണം സെട്ടാ. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഏരിയ √3a²/4 ആണ്. പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ 6 സമഭുജ त्रिകോണങ്ങൾ ചേരുന്നതാണ് ഒരു സമഷഡ്ഭുജത്തിന്റെ ഏരിയ. അപ്പൊ സമഷഡ്ഭുജത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 6 √3a²/4 ആണ് സെട്ടാ. ഓക്കെ, അപ്പം 6 × √3 × a² എന്ന് പറഞ്ഞാൽ a ഒരു വശമാണ്. a² എന്ന് പറഞ്ഞാൽ ഒരു വശം 6 അല്ലേ? 6ന്റെ സ്ക്വയർ 36 /4 എന്ന് കിട്ടും അല്ലേ? ഇതും വെട്ടിപ്പോയി, 9 ആണോ? സോ 9 54 √3 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. 54 √3. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പൊ ഇവിടെ അറിയേണ്ട ഇത്രേ ഉള്ളൂ മക്കളെ. ഈ സമഷഡ്ഭുജം രൂപപ്പെടുന്നത് എങ്ങനെയാ? 6 സമഭുജ ത്രികോണങ്ങൾ ചേരുമ്പോഴാണ്. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഏരിയ എന്താ? √3a²/4. അപ്പൊ 6 എണ്ണത്തിന്റെ 6 × √3a²/4 കേട്ടോ. അങ്ങനെയാണേ. ഇത് ഈ മോഡൽ ചോദ്യം ഇതിനു മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണേ. അടുത്തത്, ഒരു ചതുരത്തിന്റെ നീളവും വീതിയും. നീളമുണ്ട്, വീതിയുണ്ട്. 5:4 എന്ന റേഷ്യോയിലാണ്. ഓക്കെ, അപ്പൊ നീളം ഞാൻ 5x എന്ന് എടുക്കാം, വീതി ഞാൻ 4x എന്ന് എടുക്കാം. ഇതിന്റെ പരപ്പളവ്, അതായത് ഏരിയ തന്നിട്ടുണ്ട് 320. ഏരിയയുടെ ഇക്വേഷൻ L × B എന്നാ. L × B ആണ് 320 എന്ന് തന്നേക്കുന്നത്. L 5x, വീതി 4x ആണോ? 5x × 4x = 320. അതിനാൽ 20x² = 320 എന്ന് വരും. കണ്ടോ? അതിൽ നിന്ന് x² കണ്ടുപിടിക്കാം മക്കളെ. 320/20 16 എന്ന് കിട്ടും. x² 16 ആണെങ്കിൽ x = 4 എന്ന് കിട്ടും. ശരി, കണ്ടുപിടിക്കേണ്ടത് വീതിയാണ്. വീതി എന്ന് പറഞ്ഞാൽ 4x ആണ് അല്ലെ? x 4 ആണ്. 4x കാണാൻ 4 × 4. ആൻസർ 16 എന്ന് വരും, 16. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം കഥം തീർന്നു. ബാക്കി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. യെസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബാക്കി കേട്ടോ. ടാറ്റാ.